ഇന്ത്യൻ റെയിൽവേയിൽ സമഗ്ര പരിഷ്കരണത്തിനാണ് താൻ ശ്രമിക്കുന്നതെന്ന് ഇ ശ്രീധരൻ റിപ്പോർട്ടറോട് ഇതിന്റെ ആദ്യപടിയായി ജനറൽ മാനേജർമാർക്ക് കൂടുതൽ അധികാരം നൽകുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങളാണ് താൻ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോകളുടെ നിർമ്മാണം സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചാൽ DMRC ഏറ്റെടുക്കും. കൊച്ചി മെട്രോയുടെ കാര്യത്തിൽ ആലുവ മുതൽ മഹാരാജാസ് വരെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാര്യം മാത്രമാണ് DMRC ഇപ്പോൾ പരിഗണിക്കുന്നതെന്നും ഇ ശ്രീധരൻ റിപ്പോർട്ടറോട് പറഞ്ഞു. ഇന്ത്യൻ റെയിൽവേയിൽ സമ്പൂർണ്ണ അഴിച്ചുപണിയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് ഇ ശ്രീധരൻ കൊച്ചിയിൽ റിപ്പോർട്ടറോട് പറഞ്ഞു. ജനറൽ മാനേജർമാർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകാനുള്ള ശുപാർശകളാണ് കഴിഞ്ഞ ദിവസം സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. ഇത് നടപ്പിൽ വരുത്തുവാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉടൻ സമർപ്പിക്കും. റെയിൽവേ ബോർഡിൻ്റെ പവേഴ്സ് മുഴുവൻ ജനറൽ മാനേജേഴ്സിനും DRMസിനും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെക്കമെൻഡേഷനാണ്. അത് ഒരു റെക്കമെൻഡേഷൻ കൊടുത്തു. പക്ഷേ അത് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ള റൂൾസ് എങ്ങനെയാണ്, അതിലുള്ള മാനുവൽസ് എന്താ ഉണ്ടാക്കണം, അതൊക്കെ ഉണ്ടാക്കണം. സമ്പൂർണ്ണമായ ഒരു അഴിച്ചുപണി പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ DMRC തയ്യാറാണെന്നും ഇ ശ്രീധരൻ റിപ്പോർട്ടറോട് പറഞ്ഞു. ലൈറ്റ് മെട്രോകളുടെ നിർമ്മാണ പ്രവർത്തനം DMRC ഏറ്റെടുക്കുന്നു. അത് ഗവൺമെൻറ് തീർച്ചയാക്കേണ്ടതാണ്. കേരള ഗവൺമെൻറ് തീർച്ചയാക്കേണ്ടതാണ്. ആലുവ മുതൽ മഹാരാജാസ് വരെയുള്ള മെട്രോ നിർമ്മാണം മാത്രമാണ് ഇപ്പോൾ DMRCയുടെ പരിഗണനയിലുള്ളതെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. അനിൽ ജോർജ്, റിപ്പോർട്ടർ, കൊച്ചി.